നമസ്തേ. നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ തേർഡ് സിറ്റുവേഷൻസുമായിട്ടുള്ളൊരു കറൻറ്റ് ഫീലിങ്സും അവരുമായിട്ടുള്ളൊരു ഫ്യൂച്ചറുമാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ ഇതൊരു റിക്വസ്റ്റഡ് റീഡിംഗ് ആണ്. അതുകൊണ്ട് ഇത് തേർഡ് സിറ്റുവേഷൻസ് ഉണ്ട് എന്ന് ഉറപ്പുള്ളവർ മാത്രം ഇത് കാണുക. അല്ലാതെ ആവശ്യമില്ലാത്ത എനർജികളെ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായി തിങ്കിങ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടൈംലെസ് ആണ്, ജെൻലെസ് ആണ്. ഏത് ടൈമിൽ വേണമെങ്കിലും കാണാവുന്നതാണ്. അതുപോലെ മെയിലിനും ഫീമെയിലിനും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിനെ, നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തന്നെ റീഡിങ്സ് കാണുക. പോസിറ്റീവായ ചിന്തയോട് കൂടി തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 10 ഓഫ് സോർഡ്സ് ആണ്. അതായത് അവർ തിരിഞ്ഞു നടക്കുന്നു. തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തെ പൂർണ്ണമായും അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ, രഹസ്യമായ പല കാര്യങ്ങളും അവർക്ക് അറിവായിട്ട് അവർക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരറിഞ്ഞിരിക്കുന്നു. അവർ ആ ഒരു പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷൻസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവിടെ ഒരു വഞ്ചിക്കപ്പെട്ടു, അവർക്കൊരു ചതി സംഭവിച്ചു എന്നുള്ളത് അവർക്ക് വ്യക്തമായി മനസ്സിലായതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തിക്ക്. അതുപോലെ തന്നെ വളരെയധികം പെയിൻഫുള്ളായ ഒരു സാഹചര്യത്തിലൂടെ അവർ ആ ഒരു സിറ്റുവേഷൻസിനെ ഒഴിവാക്കുന്നു. അവർക്കത് ആ സാഹചര്യം ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചതായിട്ടാണ് കാണുന്നത്. ഒരു തേർഡ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപാട് അവിടെ ശ്രമിച്ചു ഒന്ന് വെയിറ്റിംഗ് ചെയ്യാനും ആ ഒരു സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ അവർ ഒരുപാട് ശ്രമിച്ചു. എങ്കിലും അവരവിടെ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചതായിട്ട് അവർക്ക് നിരാശ മാത്രമാണ് തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും ലഭിച്ചതും. അതുപോലെ അവഗണന. അവരൊരുപാട് ആ ഒരു സിറ്റുവേഷൻസിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിൽ അവർക്ക് ലോസാണ് സംഭവിച്ചത്. എപ്പോഴും ഇമോഷണലി ലോസ് മാത്രം അവർ നേരിട്ടു. അതുപോലെ അവരവിടെ അവഗണിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു എന്നത് അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. അവരത് മനസ്സിലാക്കിയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും അവരവിടെ സ്ട്രഗിളിങ് ചെയ്തതായിട്ടാണ് കാണുന്നത്. ആ സിറ്റുവേഷൻസിൽ അവർ തിരിച്ചു പോരാൻ പറ്റാത്തതിനാൽ ആ ഒരു സിറ്റുവേഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാനും അവിടെ തന്നെ മുന്നോട്ട് പോകാനും ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അവർക്ക് ഒരു രീതിയിലും ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. ശരിക്കും അവർ പെയിൻഫുള്ളായ ഒരു സിറ്റുവേഷൻസിനെ ഒഴിവാക്കുന്നു. അവരത് അവസാനിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുതിയൊരു തുടക്കം. അവരുടെ ജീവിതത്തിൽ വേറെ എന്തൊക്കെയോ പ്രതീക്ഷകൾ നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. മുന്നോട്ട് പോകുക, മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുക, സക്സസ് ആവാൻ പറ്റുമോ എന്ന് ശ്രമിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹത്തോടു കൂടി അവർ തിരിഞ്ഞ് നടക്കുന്നു. ശരിക്കും അവർ പ്രാർത്ഥിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നല്ലൊരു ജഡ്ജ്മെൻറ്റ് അവർ നേരിട്ടിരിക്കുകയാണ്. അവർ ആ മറ്റൊരു വ്യക്തിയോട് എന്താണോ ചെയ്തത് ആ ഒരു സിറ്റുവേഷൻസ് എല്ലാം അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ അനുഭവിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാത്രവുമല്ല അവരും നല്ലതുപോലെ ഇപ്പോൾ പ്രെയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസാണ്. അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്, രക്ഷപ്പെടാൻ വേണ്ടി അവർ ശരിക്കും പ്രാർത്ഥിക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ അവർ പാസ്റ്റിലേക്ക് നോക്കുന്നു. പാസ്റ്റിൽ അവർ അനുഭവിച്ച ചില സന്തോഷങ്ങൾ, ഇമോഷണലി ഉണ്ടായ ഒരു സ്റ്റെബിലിറ്റി, ഇതെല്ലാം അവരുടെ മനസ്സിലൂടെ വരുന്നുണ്ട്. അവർക്ക് ശരിക്കും ഒരു റിഗ്രഷൻ എന്ന് തന്നെ പറയാം കേട്ടോ. ഒറ്റപ്പെട്ട് നിൽക്കുന്നു. നിങ്ങളുടെ വ്യക്തി ഒരു ബൗണ്ടറി ഉണ്ടാക്കി മറ്റാരോടും ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാതെ അവരതിനുള്ളിൽ തന്നെ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുക. അവർക്ക് സന്തോഷം വേണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കയ്യെത്തും ദൂരത്താണ് അവർക്കിനി ഹാപ്പിനെസ് എന്നുള്ളത്. ഇമോഷണലി ഒരു സമാധാനം അവർക്ക് ലഭിക്കണമെങ്കിൽ കുറച്ച് അവർ ശ്രമിക്കേണ്ടി വരുന്നു, കുറച്ച് അവർ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു എന്ന് അവർക്ക് വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞതായിട്ടാണ് നമുക്കിതിൽ കാണുന്ന എനർജി.
അതുപോലെ തന്നെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അവർ തിരിഞ്ഞ് നടക്കുകയാണ്. അവർക്ക് വേഗമൊന്നും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷേ അവരൊരു അവസരം പോലെ അവർ പതുക്കെ ആ ഒരു മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ പെയിൻഫുള്ളായ സിറ്റുവേഷൻസിനെ അവർ ഹീലാക്കാൻ ശ്രമിക്കുന്നു. പ്ലസ് അവർ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ നിന്നും പൂർണ്ണമായും പോരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷേ സ്റ്റക്കാണ് തേർഡ് സിറ്റുവേഷൻസിൽ. അവർ ചിന്തിക്കുന്ന അതേപോലൊന്നും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പോരാൻ സാധിക്കില്ല. കുറച്ച് അവർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുന്നത് വരെ അവർ ആ സിറ്റുവേഷൻസിൽ തന്നെ നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം കുറച്ചും കൂടി എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ അവരുടെ കർമ്മ തീരാനുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. കുറച്ച് ലെസൺ കൂടി പഠിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ആ സിറ്റുവേഷൻസിൽ നിന്ന് അവർക്ക് മറ്റൊരു സാഹചര്യത്തിലേക്ക് മാറാൻ പറ്റും. അതായത് ഇപ്പോൾ അവർക്ക് മോശം ടൈം തന്നെയാണെന്ന് പറയാം. അവരുടെ ആ ഒരു തലവര മാറണം, അവരുടെ ടൈം ചേഞ്ച് ആവണം എന്നതാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു എനർജി. ഒറ്റപ്പെടൽ ശരിക്കും അനുഭവിക്കുന്നത് വളരെ ശക്തമായി നമുക്ക് എനർജി കിട്ടുന്നുണ്ട്. ഇന്നർ ഗൈഡൻസ് അവർക്ക് അവരുടെ ആ ഒരു സാഹചര്യത്തിലെ ആ ഒരു എല്ലാ അവസ്ഥകളെയും അവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അവരുടെ സോള് ശരിക്കും വർക്കിംഗ് ചെയ്യുന്നുണ്ട്. അവർ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നു. ആ ഒരു പെയിൻഫുള്ളായ അല്ലെങ്കിൽ ആ കഷ്ടത നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സോള് ശരിക്കും ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആരോടും ഒരു പരിഭവവും ഇല്ലാതെ, ആരോടും ഒന്നും പറയാതെ ആ സിറ്റുവേഷൻസിൽ തന്നെ അവരെ ഒതുങ്ങി കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഫിനാൻഷ്യലായ എന്തൊക്കെയോ ലോസ് അവരുടെ ആ ഒരു ലൈഫിൽ, കരിയറിനകത്തുണ്ടായ ഒരു സക്സസ്, ഇതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം ആ ഒരു ഗ്രോത്ത് കുറഞ്ഞതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർ ശരിക്കും സ്ട്രഗിളിങ് ചെയ്യാണ്. എന്തൊക്കെയോ പ്രോബ്ലംസ് അതിജീവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആരോടും പറയാൻ വയ്യാത്ത വിധമുള്ള അത്ര രഹസ്യമായ കുറേ കാര്യങ്ങളെ അവർ അതിജീവിക്കുന്നു. അവരിൽ തന്നെ ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സെൽഫ് ലവ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയും. ഇപ്പം ആരോടും ഒരു വികാരവും ഇല്ലാത്ത വിധം സ്വയം തന്നെ സ്നേഹിക്കാം എന്നുള്ള ഒരു സിറ്റുവേഷൻസിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും അവർക്ക് നല്ല ഇൻറ്റ്യൂഷനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവർ ശരിക്കും മെഡിറ്റേഷൻസും പ്രാർത്ഥനയും ശരിക്കും ദൈവികമായൊരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറിയതായിട്ടാണ് കാണുന്നത്. അവരുടെ ആ ഒരു ഇന്നർ വോയിസ് ശരിക്കും അവർക്കൊരു ഗൈഡൻസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലപോലെ അവരുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലം അവർക്കൊരു വെളിച്ചം കാണിച്ചു കൊടുക്കുന്നു. ശരി തെറ്റിനെ തിരിച്ചറിയാനായിട്ട് അവർക്ക് നല്ലതുപോലെ സാധിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന. ഒരുപാട് സ്വപ്നങ്ങളുള്ള വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. മുന്നോട്ട് വിജയിക്കാനും ഒരു നല്ല സ്ഥാനത്തെത്താനുമൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തിരുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കിട്ടുന്നത്. അതുപോലെ എഡ്യൂക്കേറ്റഡായ നല്ല അറിവുള്ള വ്യക്തിയായിരുന്നു. പക്വതയോടുകൂടി കാര്യങ്ങളെ കാണാൻ കഴിവുള്ള വ്യക്തിയുമായിരുന്നു. പക്ഷേ അവരെന്തോ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സമയദോഷം കൊണ്ടോ ആണ് ഈ ഒരു സിറ്റുവേഷൻസിലേക്ക് പോയത്. കാരണം നിങ്ങളെ ശരിക്കും അവഗണിച്ച് തന്നെ അവർ മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ക്വീൻ ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഒറ്റയ്ക്കാണെങ്കിലും വളരെയധികം ഒരു സ്ട്രെങ്തോടുകൂടി പ്രവർത്തിക്കുന്ന, എല്ലാ കാര്യങ്ങളെയും ശരിക്കും ഒരു പുനർമൂല്യനിർണ്ണയം നടത്തുന്ന, ഒന്നും കൂടി ആലോചിച്ച് പ്രവർത്തിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് നല്ല ഒരു പ്രതീക്ഷ, മുന്നോട്ടേക്കൊരു 4 പേരെ അറിയാൻ പാകത്തിനൊരു പ്രശസ്തി മറ്റു കാര്യങ്ങളുമൊക്കെ ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു വിജയം നേടണം, ഒരു സക്സസ് നേടണം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ ഉയർന്ന സ്ഥാനത്ത് തന്നെ നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെയധികം അവർ തേർഡ് സിറ്റുവേഷൻസിനെ കണ്ടത് അവരുടെ ഒരു സോൾമേറ്റ് പോലെയായിരുന്നു. അത്ര അട്രാക്റ്റഡ് ആയിരുന്നു തേർഡ് സിറ്റുവേഷൻസുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ ആ ഒരു സിറ്റുവേഷൻസിൽ എല്ലാ രീതിയിലെ ഹാപ്പിനെസ്സും കണ്ടെത്തിയതായിട്ടാണ് കാണുന്നത്. നല്ലൊരു പാർട്ട്നേഴ്സിനെ പോലെ തന്നെയാണ് അവർ മുന്നോട്ട് പോയതെങ്കിലും ഇപ്പം അവർ മറ്റൊരു സിറ്റുവേഷൻസ്, അതായത് പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ പാസ്റ്റിലെ നിങ്ങളെ ഹോൾഡ് ചെയ്യേണ്ട, അവരുടെ മുമ്പിൽ പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ ഹോൾഡ് ചെയ്യേണ്ടതായ ഒരു സിറ്റുവേഷൻസ് അവർക്ക് വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവർക്കൊരു സ്റ്റക്നെസ് ആണ്. ഓപ്പർച്യൂണിറ്റീസുമായിട്ട് നിൽക്കുകയാണെന്ന് തന്നെ പറയാം. തിരിച്ചു പോരുക, അതല്ലെങ്കിൽ അവർക്കൊരു ശരി തെറ്റുകളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മെൻ്റൽ ക്ലാരിറ്റിയിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. അവർക്ക് ശരിക്കും ആ ഒരു തേർഡ് സിറ്റുവേഷൻസിനെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യാനോ മുന്നോട്ട് പോകാനോ ഒരു രീതിയിലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഒരു ബർഡനാണ് അവിടെ. അവർക്ക് ഒരുപാട്, അതായത് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി
അവരവിടെ നേരിടേണ്ടതായിട്ട് വരുന്നു. അവർ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു ആ ഒരു സിറ്റുവേഷൻസിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ. അതുപോലെ തന്നെ അവർക്ക് ശരിക്കും പറ്റുന്നില്ലാത്ത ഒരു സിറ്റുവേഷൻസ് കളയാനും പറ്റുന്നില്ല, അത് സ്വീകരിക്കാനും പറ്റുന്നില്ല എന്ന ആ ഒരു സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഒന്നും ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കിട്ടിയിരിക്കുന്നത്. അവർ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ശക്തമായൊരു ചീറ്റിംഗ് നേരിടേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവർക്ക് ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഫ്യൂച്ചറിൽ ഒരു കാരണവശാലും ഈ ഒരു ബന്ധത്തിൽ അവർക്ക് യാതൊരു രീതിയിലും ഒരു പോസിറ്റീവ് ഒരു ഗ്രോത്തോ ഉണ്ടാവുകയില്ല. തീർച്ചയായിട്ടും അവർ സ്റ്റക്കായി പോകുന്നതായിട്ടാണ് കാണുന്നത്. നെഗറ്റീവായ ചില സിറ്റുവേഷൻസിനെ, വളരെ മോശമായ ചില സാഹചര്യങ്ങളെ അവർ അതിജീവിക്കേണ്ടി വരുന്നതായിട്ടും, അതുപോലെ തന്നെ അവർക്ക് അവരുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ. കൂടാതെ തന്നെ അവർക്കൊരു തിരിച്ചറിവ്, എന്ത് ചെയ്യണമെന്നൊരു തീരുമാനം പോലും എടുക്കാൻ പറ്റാത്ത വിധം അവർ മാനസികമായി ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു ഇരയാക്കപ്പെടുക തന്നെ ചെയ്യും. മെൻ്റലി അവർ ഒരു വിക്റ്റിമായി പോവുക തന്നെ ചെയ്യും. ഫ്യൂച്ചറിലെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ ശക്തമായൊരു ചീറ്റിംഗ് അവർ നേരിടേണ്ടി വരും ഫ്യൂച്ചറിലേക്ക്. അവരുടെ ജീവിതത്തിൽ നിന്ന് അവർക്ക് വേണ്ടതെല്ലാം ആ ഒരു തേർഡ് സിറ്റുവേഷൻസിലേക്ക് പോയി തീരുകയും ചെയ്യും. ലാസ്റ്റ് അവർക്കൊന്നും ചെയ്യാൻ വയ്യാത്തൊരു സ്റ്റക്നെസ്, സംശയവും ബുദ്ധിമുട്ടും നിറഞ്ഞ ഒരു സാഹചര്യത്തെ അതിജീവിക്കേണ്ടി വരുന്നു. ഇമോഷണലി അവർ വളരെയധികം ബുദ്ധിമുട്ടേണ്ടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എംബറസ് ആണ് വന്നിരിക്കുന്നത്. എപ്പോഴും എംബറസ് പോസിറ്റീവ് എനർജി നൽകില്ല. അത് വളരെ നെഗറ്റീവായ ഒരു എനർജിയാണ് നമുക്കിവിടെ ആ ഒരു സിറ്റുവേഷൻസ് കിട്ടുന്നത്. എത്രത്തോളം പോസിറ്റീവായി അവരുടെ ഫ്യൂച്ചർ പോകാൻ പറ്റുമോ അത്രത്തോളം നെഗറ്റീവായൊരു ചീറ്റിങ്ങിലൂടെ അവരുടെ ഫ്യൂച്ചർ പോകും. ഇമോഷണലി അവർക്കൊരു ബാലൻസ് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. അവരൊരു ഹെൽത്ത് ഇഷ്യൂയിലൊക്കെ പെടേണ്ടതായ ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. കാരണം ഒരു വലിയ തകർച്ച ഉണ്ടാകുന്നു അവരുടെ ജീവിതത്തിൽ. അവർ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ പേഴ്സണൽ ഫ്യൂച്ചറിൽ ഈ തേർഡ് സിറ്റുവേഷൻസിൽ കണ്ടിന്യൂ ചെയ്താൽ തകർച്ച തന്നെ സംഭവിക്കുന്നു. ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻസിനേക്കാൾ മോശമാകുന്ന രീതി, അതായത് ഡിവൈൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് അവർ നേരിടേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത്. കാലം അവരോട് പ്രതികാരം ചെയ്യുന്നു എന്നാണ് കാണുന്നത്. മാത്രവുമല്ല ബ്ലോക്കേജ് ആയിരിക്കും. എല്ലാ സിറ്റുവേഷൻസിലും അവർ ബ്ലോക്കേജ് അനുഭവിക്കേണ്ടി വരുന്നു. അതുപോലെ ഫിനാൻഷ്യലായ കാര്യത്തിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ നേരിടേണ്ടി വരും. അവരുടെ കയ്യിലുണ്ടെങ്കിൽ പോലും അവർക്കത് തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഫിനാൻഷ്യലിയും അവർ ബുദ്ധിമുട്ടും. അതുപോലെ തന്നെ ഒരു വിവാഹ ജീവിതം, കുടുംബജീവിതം അവർക്കൊരു പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റാതെ പോകുന്നതായിട്ടാണ് കാണുന്നത്. ഫ്യൂച്ചറിൽ ഒരു സ്റ്റക്നെസ്, ശരിക്കും അവർ ഒരു മാനിഫെസ്റ്റേഷൻ, ഒരു പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് കാണുന്നു. അവർ ശരിക്കും അവർക്ക് എന്തൊക്കെ നേട്ടങ്ങളാണോ ജീവിതത്തിലേക്ക് വേണ്ടത് അതിൽ വളരെയധികം കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടും ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടും വരും. ആ ഒരു സിറ്റുവേഷൻസ് ഒന്ന് ഡെവലപ്മെൻ്റ് ആക്കി എടുക്കണമെങ്കിലെന്നാണ് കാണുന്നത്. അതുപോലെ ഫാമിലി ആണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഒക്കെ അവർ ശരിക്കും വർക്ക് ചെയ്യേണ്ടി വരും. അത് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ. കാരണം അത്രത്തോളം ഒരു ബ്ലോക്കേജ് അവരുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ഫ്യൂച്ചറിൽ ഫിനാൻഷ്യൽ സ്റ്റക്നെസ് ഒക്കെയാണ് അവർക്ക് വരുന്നത്. ഫിനാൻഷ്യലിനൊക്കെ വേണ്ടിയിട്ട് അവർ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പം അവർ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. വിജയം തേടിപ്പോയതാണ് ഒരു തേർഡ് സിറ്റുവേഷൻസിൽ. ഒന്നെങ്കിൽ സുഖസൗകര്യങ്ങൾ തേടിപ്പോയെന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ അതെല്ലാം അവർക്കൊരു വിനയായി തീർന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കിട്ടുന്ന എനർജി. തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻസിൽ പോകും എന്നാണ് കാണുന്നത്. അവർക്ക് സിറ്റുവേഷൻസിനെ ഒന്നും അതിജീവിക്കാൻ പറ്റാതെ വരും. അവർ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു. ഫ്യൂച്ചറിലേക്ക് അവർക്ക് നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ഇമോഷണലിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ഒഴിവാക്കേണ്ടി വരും. അവരുടെ ചിലപ്പോൾ ഈ ഇമോഷന് വലിയ പ്രാധാന്യം, സ്നേഹം, ബന്ധം, പ്രണയമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസൊക്കെ അവർ ത്യജിക്കേണ്ടി വരുന്നതായിട്ടാണ് കാണുന്നത് ഫ്യൂച്ചറിലേക്ക്. തീർച്ചയായിട്ടും ഒരു കൺഫ്യൂഷൻ മൈൻഡാണ് അവരുടെ ജീവിതത്തിൽ വരുന്നത്. ഇതെല്ലാം അതിജീവിച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ബ്ലെസ്സിങ്സ് വരും. അവരുടെ ആ ഒരു വിധിയെ, ജഡ്ജ്മെൻറ്റ് നേരിട്ട് കഴിഞ്ഞാൽ കുറച്ച് പെയിൻഫുള്ളായ സിറ്റുവേഷൻസും സ്റ്റക്നെസ്സൊക്കെ അതിജീവിക്കാൻ അവർക്ക് ശക്തി ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു ബ്ലെസ്സിങ്സ് വരും. കുറേ ഓപ്പർച്യൂണിറ്റീസും അവരുടെ ലൈഫിൽ വരും. അതവർ വളരെ ശ്രദ്ധയോടുകൂടി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു സക്സസ് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകുമെന്നാണ് കാണുന്നത്. അതുപോലെ നല്ലതുപോലെ അവർ വെയിറ്റിംഗ് ചെയ്യേണ്ടി വരും. അവർക്കൊരു അനുകൂലമായ സിറ്റുവേഷൻസ് അവരുടെ ജീവിതത്തിൽ എത്തിച്ചേരാനെന്നാണ് നമുക്ക് അവരുടെ ഫ്യൂച്ചർ മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ.
നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻസ് വിൽ ഇംപ്രൂവ് എന്നാണ്. നിങ്ങളുടെ സിറ്റുവേഷൻസ് ഇതിലും മാറ്റങ്ങൾ വരും. നിങ്ങൾ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ഒന്നും നിങ്ങൾ ത്യജിച്ച് കളയണ്ട. കാരണം ഇപ്പോഴത്തെ എല്ലാ സിറ്റുവേഷൻസും ഒരു ദിവസം ഒരു നിമിഷം മതി മാറാനെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക് എത്തിച്ചേരാൻ വെറും നിമിഷങ്ങൾ മതി. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുക. നല്ല പോലെ സത്യസന്ധതയോടും നന്മയോടും കൂടി മുന്നോട്ട് പോകുക എന്നാണ് പറയുന്നത്. ഗെറ്റ് മോർ ഇൻഫർമേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നേടുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല സാഹചര്യങ്ങളിലും പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്കൊക്കെ നല്ലൊരു ഗൈഡൻസ് നേടുക. നല്ലൊരു വ്യക്തിയിൽ നിന്നും ഒരു ഉപദേശം തേടുക എന്നാണ്. ഒന്നെങ്കിൽ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിക്കുക. അവിടെ നിന്നും നിങ്ങൾക്ക് നല്ലൊരു എനർജി അല്ലെങ്കിൽ നല്ലൊരു ഗൈഡൻസ് നേടുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നല്ലൊരു ഗൈഡൻസ് നേടുക. നിങ്ങളുടെ മുന്നോട്ടുള്ള മാർഗത്തിന് വേണ്ട എല്ലാ ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.